ഗുഡ് മോർണിംഗ്. ഗ്രേസ് കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഗ്രേസ് കപ്പിൾസിന്റെ വക അഡ്വാൻസ് ഹാപ്പി ഓണം. ഇന്ന് ഈ ഒരു കോസ്റ്റ്യൂമിൽ വന്നിട്ടുള്ളത് തന്നെ ഇന്ന് കോളേജില് ഓണം വെക്കേഷന് വേണ്ടിയിട്ട് കോളേജ് ക്ലോസ് ചെയ്യുന്ന ലാസ്റ്റ് ഡേ ആണ്, ഓണം സെലിബ്രേഷൻ ആണ്. ഒട്ടുമിക്ക സ്കൂളുകള് കോളേജ് എല്ലാം തന്നെ ഇന്നായിരിക്കും അല്ലെ ക്ലോസ് ചെയ്യുന്നത്. അപ്പൊ ഇനി അങ്ങോട്ടേക്ക് ഒരു ഓണം മൂഡിലാണ് എല്ലാ ആളുകളും. ഓണം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഒരു മൂഡാണ് വരുന്നത് അല്ലെ. അപ്പൊ ഇന്നത്തെ ടോപ്പിക്ക് ലോ ഓഫ് അട്രാക്ഷനും ഈ ഒരു സെലിബ്രേഷനും തമ്മിലുള്ള ഒരു ബന്ധത്തെ കുറിച്ചാണ്. കാരണം എന്താണെന്നറിയോ, നമ്മൾ എവിടെ എന്തും സെലിബ്രേഷൻ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എന്താ വരിക? ഒരു ഹാപ്പിനെസ് അല്ലെ, ഒരു ഉത്സാഹമാണ് നമുക്ക് വരുന്നത്. അത് എവിടെ അങ്ങനെയാണ്. ഒരു മാരേജ് ഫംഗ്ഷൻ, ഒരു ബർത്ത്ഡേ പാർട്ടി, അല്ലെങ്കിൽ ഇപ്പൊ എന്താ നമ്മള് ഫാമിലി അല്ലെങ്കിൽ എന്താണ് കൊളീഗ്സ് ഒക്കെ ആയിട്ട് നമ്മളൊരു ട്രിപ്പ് പോകുന്നത്. അതുപോലെ തന്നെ ഓണം എന്ന് പറയുമ്പോഴും ഷെയറിങ് അല്ലെങ്കിൽ ഒത്തുചേരലിന്റെ ഒക്കെ ആണല്ലോ. അപ്പോ ഇങ്ങനെ വരുമ്പോ എല്ലാ ആളുകളും കൂടെ കൂടുമ്പോ നമുക്ക് ഉണ്ടാകുന്ന ഒരു വികാരം എന്ന് പറയുന്നത് ഹാപ്പിനെസ് ആണ് അല്ലെ. ജീവിതം അങ്ങനെയാണ്. ജീവിതം നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഓരോ നിമിഷവും നമുക്ക് എപ്പോഴൊക്കെ നമുക്ക് ആസ്വദിക്കാനായിട്ട് അല്ലെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ടോ അപ്പോഴൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മളുണ്ടല്ലോ അത് സെലിബ്രേറ്റ് ചെയ്യുക തന്നെ വേണം. നമ്മളത് എൻജോയ് ചെയ്യുക തന്നെ വേണം. അങ്ങനെ വരുമ്പോ നമുക്ക് ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരു ഇമോഷൻ, ആ ഒരു സന്തോഷം എന്ന് പറയുന്ന ഒരു വികാരം നമ്മളിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരത്തില് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള തരംഗങ്ങളാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഹൈ വൈബ്രേഷണൽ ഫ്രീക്വൻസി ആയിരിക്കും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത്. ഇത് പ്രപഞ്ചത്തിലേക്ക് അയക്കുമ്പോൾ അതിന് സമാനമായിട്ടുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. എന്ന് വെച്ചാൽ വീണ്ടും വീണ്ടും ഇതുപോലെ സെലിബ്രേഷൻസും ഹാപ്പിനെസ്സും ഒക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്ന അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നർത്ഥം. അല്ലാതെ നമ്മളിപ്പോ അങ്ങനെ വിചാരിക്കണ്ട, എന്റെ മാരേജ് അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിലെ ആരുടെയും മാരേജിനൊന്നുമല്ല വിളിച്ചേക്കണം, പക്ഷെ നല്ലൊരു അടിപൊളി ഒരു മാരേജ് ഫംഗ്ഷന് നമ്മൾ പോവാണ്. എത്രയൊക്കെ ആണെങ്കിലും കല്യാണം, ബർത്ത്ഡേ പാർട്ടി, കുഞ്ഞുങ്ങളുടെയൊക്കെ അതൊക്കെ നമുക്ക് സന്തോഷം നൽകുന്ന കാഴ്ചകൾ തന്നെയല്ലേ. അപ്പൊ നമ്മൾ അവിടെ പോകുന്നു, അവിടെ പങ്കാളിയാകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പോലും നമ്മൾ മനസ്സുകൊണ്ട് അത് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഓർത്തോളൂ, ഇതേപോലത്തെ അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. ഇതേപോലത്തെ വിവാഹ വേദികളിൽ നിൽക്കുന്നതിനും പങ്കെടുക്കുന്നതിനും ഒക്കെയുള്ള അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കും. അതെല്ലാം നമുക്ക് സന്തോഷം നൽകുന്ന അനുഭവങ്ങൾ തന്നെയായിരിക്കും അല്ലെ. അപ്പോ ലോ ഓഫ് അട്രാക്ഷനും ഹാപ്പിനെസ്സും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഇതാണ്. ലോ ഓഫ് അട്രാക്ഷൻ പ്രവർത്തിക്കുന്നത് എനർജിയിലാണ്. അതൊന്നും ഇനി ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, എപ്പോഴും പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് വേണ്ട എനർജി എന്ന് പറയുന്നത് ഓരോ ആഗ്രഹത്തിനും മാച്ച് ആയിട്ടുള്ള എനർജി ഉണ്ടാവും. നമ്മൾ മിക്കവാറും ആഗ്രഹിക്കുന്ന നല്ല നല്ല കാര്യങ്ങളായിരിക്കും. അതിനെല്ലാം അതിൻ്റെതായിട്ടുള്ള ഒരു തരംഗമുണ്ട്, എനർജി ഉണ്ട്. അപ്പൊ ആ എനർജി നമ്മുടെ ജീവിതത്തിലേക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യപ്പെടണമെങ്കിൽ നമ്മളിലും ഇതേപോലുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫ്രീക്വൻസി അല്ലെ, ഒരു എനർജി ലെവല് നമ്മളിലും ഉണ്ടാകണം. അതിന് ഇത്തരം അവസരങ്ങൾ സഹായിക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോ എന്റെ അനുഭവത്തിൽ തന്നെയുണ്ടല്ലോ, സ്കൂൾ തലത്തിലൊന്നും ഞാൻ ഇങ്ങനെ ഒരു ഓണം സെലിബ്രേഷൻ ഒന്നും കാര്യമായിട്ട് എന്റെ മനസ്സിലില്ല. അങ്ങനെ വലിയ ഒരു അവറങ്ങാനും തരും, അത്രയേ ഉള്ളൂ ആ സ്കൂൾ അടയ്ക്കുന്ന ദിവസം. അതിൽ കവിഞ്ഞിട്ടൊന്നും എന്റെ ഓർമ്മയിൽ അങ്ങനെയില്ല. ഒരു കോളേജ് തലം തുടങ്ങിയാണ്, ഒരു 17-18 വയസ്സ് തുടങ്ങിയാണ് ഞങ്ങള് ഓണം സെലിബ്രേറ്റ് ചെയ്ത് തുടങ്ങിയത്. അപ്പോ ആ ഓർമ്മ അന്ന് തുടങ്ങിയുള്ളതാണ്. അന്ന് അതിൻ്റെതായിട്ടുള്ള കോസ്റ്റ്യൂം ഡ്രസ്സൊക്കെ ഇട്ട് ഒരുങ്ങി നന്നായിട്ട് അവിടെ പോകുന്നത്, ഓണപ്പാട്ട്, ഓണം പ്രോഗ്രാം, ഗെയിംസ് ഒക്കെ ഉണ്ടാവുമല്ലോ, ഇതിലൊക്കെ പങ്കെടുക്കുന്നത്, അത്തപ്പൂക്കളം, ലാസ്റ്റ് പായസം ഒക്കെ കുടിച്ച് അവിടുന്ന് പിരിയുന്നത്, സദ്യയൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഒരു ഓർമ്മയുള്ളത് കൊണ്ട് തന്നെയല്ല, ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് അന്ന് ആകെ എൻജോയ് ചെയ്യുന്ന ഒരു ഫെസ്റ്റിവൽ മൂഡ് എന്ന് പറയുന്നത് ഇതായതുകൊണ്ടുണ്ടല്ലോ നേരത്തെ തുടങ്ങും ഇതിനുള്ള ഒരുക്കങ്ങള്, അതിന്റെ ഡ്രസ്സ് കാര്യങ്ങള്. കാരണം അന്ന് വീട്ടിൽ നിന്ന് വർഷത്തിലൊന്ന് ഓണക്കോടി, പിറന്നാളിന്, ഇതൊക്കെയാണ് നമുക്ക് പുതിയ ഡ്രസ്സുകൾ കിട്ടുന്നത്. അപ്പൊ നേരത്തെ തന്നെ ഒരു മാസം മുമ്പേ ഇതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങും. ഡ്രസ്സ്, ഓർണമെന്റ്സ്, ഒരുക്കം കാര്യങ്ങളും ഒക്കെ ആയിട്ട്. എനിക്കറിയില്ല, അന്ന് തുടങ്ങി ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചൊന്നും ABCD പോലും അറിയില്ലാത്ത പ്രായത്തിൽ പോലും മനസ്സിൽ അത്രയും ശക്തമായിട്ട് ആ ഒരു ആഗ്രഹവും ആ ഒരു ഫീലിങ്സും, അതായത് എപ്പോഴും ഒരു സന്തോഷം നിറയ്ക്കുന്ന ഫീലിങ്സ് ആണ്. അന്നത്തെ ദിവസം ഭയങ്കര ഹാപ്പിയാണ്. ഒന്ന് കോളേജ് ക്ലോസ് ചെയ്യണമെന്നുള്ളത് തന്നെ, ഇനി 10 ദിവസം വെക്കേഷൻ ആണെന്നുള്ളത് തന്നെ.
അന്ന് തുടങ്ങി വിചാരിക്കുന്ന ആ ഒരു കാര്യമാണ് ഈ ഓണവും അത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു വെക്കേഷനും കാര്യങ്ങളും എല്ലാം. ഇപ്പോഴും ഈ 42-ാമത്തെ വയസ്സ് പറയണേന് എനിക്ക് മടിയൊന്നുമില്ല, 42-ാമത്തെ വയസ്സിലും ഇപ്പോഴും സ്ഥലങ്ങൾ പലതാണെന്നേ ഉള്ളൂ, പക്ഷേ ഉണ്ടല്ലോ ഇപ്പോഴും ആ ഒരു ഓണം സെലിബ്രേഷൻ എൻ്റെ ജീവിതത്തിൽ വരുന്നുണ്ട്. ആ പഠിക്കുന്ന കാലം തുടങ്ങി ഈ പ്രായം വരേക്കും പല ഒന്ന് സ്കൂള് മാറിയിട്ടുണ്ടാകും, കോളേജ് മാറിയിട്ടുണ്ടാവും, പഠനം കഴിഞ്ഞിട്ടും സ്റ്റിൽ ഇപ്പോൾ ഉള്ള യങ്ങർ ജനറേഷന്റെ ഒപ്പമാണ് ഞങ്ങൾ ഓണം ആഘോഷിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് ലൈക്ക് അട്രാക്ട്സ് ലൈക്ക് എന്ന് പറയുന്ന ഒരു ബേസിക് പ്രിൻസിപ്പിൾ ഉണ്ട് ലോ ഓഫ് അട്രാക്ഷനിൽ. നമ്മൾ എന്ത് ഇഷ്ടപ്പെടുന്നോ, മനസ്സറിഞ്ഞ് എന്തിനെ സ്നേഹിക്കുന്നോ അത് നമ്മളിലേക്ക് തന്നെ വരും, അത് നമ്മുടെ കൂടെ ഉണ്ടാകും, നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മളിലേക്ക് തന്നെ ഇഷ്ടങ്ങളായി വരും എന്നുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം ഈ ലോ ഓഫ് അട്രാക്ഷനിലുണ്ട്. അപ്പൊ ഇനി ഞാൻ പറയുന്ന 2-3 കാര്യങ്ങൾ ഒന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് ശ്രദ്ധിച്ചോളൂ. അതായത് ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഇപ്പൊ പറഞ്ഞു, തീർച്ചയായിട്ടും ലോ ഓഫ് അട്രാക്ഷനിൽ സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള അനുഭവങ്ങൾ വരുമെന്ന് പറഞ്ഞു. അപ്പൊ ചില ആളുകൾ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, എങ്ങനെയാണ് ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യുക? ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യാൻ ഒന്നാമത്തെ കാര്യം, നിങ്ങൾ പോസിറ്റീവ് തോട്ട് വളർത്തിയെടുക്കുക. ഡെവലപ്പ് എ പോസിറ്റീവ് തോട്ട്. എപ്പോഴും ആ ഒരു കൾച്ചർ നമ്മളിൽ ഉണ്ടാകണം. അപ്പൊ തോന്നുന്ന ഒരു കാര്യം ഉണ്ടാവും, നെഗറ്റീവ്സ് വരുമ്പോഴോ പോസിറ്റീവ് തോട്ട് ഇത് പറയുമ്പോൾ ഒരു പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ശരിയാണ്, എല്ലാ ആളുകളും ചിന്തിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യം എപ്പോഴും പോസിറ്റീവ് ആയിട്ടിരിക്കുക. അപ്പൊ എപ്പോഴും പോസിറ്റീവ് ആയിട്ടിരിക്കുക എന്നുള്ളതിൽ നെഗറ്റീവ് അനുഭവങ്ങൾ, ഇപ്പൊ മനുഷ്യനാണ്, മൂഡ് സ്വിങ്സ് ഉണ്ടാവും, എല്ലാ ദിവസവും ഒരുപോലെയല്ല. നമുക്ക് ദേഷ്യം വരുമ്പോൾ ദേഷ്യപ്പെടേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവും, സങ്കടം വരുമ്പോൾ കരയേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ പലരുടെയും തെറ്റിദ്ധാരണ കരച്ചിൽ വന്നാലോ ദേഷ്യം വന്നാലോ ഉടനെ തന്നെ അതിനെ അടിച്ചമർത്തി നമ്മള് മനഃപൂർവ്വം പോസിറ്റീവ് ക്രിയേറ്റ് ചെയ്യുക, മനഃപൂർവ്വം സന്തോഷത്തിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ നോക്കുക. അതും തെറ്റാണ്. ഓക്കെ, അതായത് ഒരിക്കലും നെഗറ്റീവ് ഫീലിങ്സിനെ സപ്രസ് ചെയ്യാതിരിക്കുക, അടിച്ചമർത്താതിരിക്കുക, അതിനെ ഒതുക്കി വെക്കാതിരിക്കുക. നെഗറ്റീവ് ഫീലിങ്സിനെ ഒതുക്കി വെച്ചുകൊണ്ടല്ല പോസിറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടേണ്ടത്. അത് വളരെ വലിയൊരു ദോഷമായിട്ട് വരും. അപ്പൊ എന്താ ചെയ്യേണ്ടത്? നമ്മൾ മനുഷ്യരാണ്. നെഗറ്റീവ് ഫീലിങ്സ് വന്നാൽ തീർച്ചയായിട്ടും അത് എക്സ്പ്രസ് ചെയ്യുക തന്നെ വേണം. ദേഷ്യമുണ്ടെങ്കിൽ ദേഷ്യം എക്സ്പ്രസ് ചെയ്യണം. സങ്കടം വന്നാലോ കരയണം. പക്ഷെ ഇതൊന്നും നീണ്ടു നിൽക്കാൻ പാടില്ല എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ സങ്കടം വന്നാൽ കരയും. ആ കരയുന്നത് മണിക്കൂറുകളും, ഒരു ദിവസം മുഴുവനും, പിറ്റേ ദിവസവും, പിന്നെ 2 ദിവസം കഴിഞ്ഞ് ഇതേ കുറിച്ച് വീണ്ടും ആലോചിച്ചിട്ട് കരയുക. അവിടെയാണ് നമ്മുടെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. ദേഷ്യം വന്നാൽ ദേഷ്യപ്പെടണം, പക്ഷെ അവിടെ ഉപയോഗിക്കുന്നതായിട്ടുള്ള ചില വാക്കുകളും പ്രവൃത്തികളും മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും. ഇനി പോട്ടെ, അത് കഴിഞ്ഞാൽ സോറി പറയാനുള്ള ഒരു മനോഭാവം അതും നമ്മളിൽ വളർത്തിയെടുക്കുക. ഓക്കെ, അതെന്റെ ദേഷ്യം കൊണ്ട് അങ്ങനെ പറഞ്ഞു പോയതാണ്, സോറി എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നെഗറ്റീവ് വികാരങ്ങൾ നമ്മളിൽ വരുമ്പോൾ അതിനെ അടിച്ചമർത്തുകയല്ല വേണ്ടത്, അത് പ്രകടിപ്പിക്കുക. പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ ഓക്കെ, അത് അക്സെപ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞു പോയി, ആ ഒരു ഫീലിങ്സ് എന്നിൽ വന്നു, ഞാനത് എക്സ്പ്രസ് ചെയ്തു, അത് അവിടെ തീർന്നു. അതാണ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതവിടെ കഴിഞ്ഞു, ഇനി അത് മുന്നോട്ടില്ല. അതിന് കാരണം എന്താന്ന് ഞാൻ തന്നെ ജഡ്ജ് ചെയ്തു, എനിക്ക് മനസ്സിലായി ഇതാണ് എന്നുള്ളത്. ഓക്കെ, അതെന്റെ ഫോൾട്ട് ആണെങ്കിൽ ഞാൻ മനസ്സുകൊണ്ട് അവിടെ ഒരു ക്ഷമാപണം നടത്തുന്നു, അത് കഴിഞ്ഞു. ഇനി വേണം നമ്മൾ പോസിറ്റീവായി മാറാനായിട്ട്. അങ്ങനെ വേണം നമ്മൾ പോസിറ്റിവിറ്റിയിലേക്ക് വരാൻ. അല്ലാതെ ഒരിക്കലും നമ്മൾ നെഗറ്റീവ് ഫീലിങ്സ് വരുമ്പോൾ അതിനെ അടിച്ചമർത്തിക്കൊണ്ട് മനഃപൂർവ്വം നമ്മൾ പോസിറ്റീവിലേക്ക് പോവാന്ന് പറയുന്നതും നമ്മളിൽ യാതൊരു തരത്തിലുള്ള പോസിറ്റീവ് ഫീലിങ്സും ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ ഒരു തെറ്റിദ്ധാരണ എന്താന്ന് വെച്ചാൽ, ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് സ്വിച്ച് ഇടുമ്പോഴത്തെ പോലെ റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ്, ഒരു മെഡിസിൻ എടുക്കുന്ന പോലെയാണ്. ഇപ്പൊ പനി വരുമ്പോൾ നമ്മളൊരു മെഡിസിൻ കഴിക്കുന്നു, പനി മാറുന്നു. അതേപോലെയാണ് ലോ ഓഫ് അട്രാക്ഷനിലെ പല ടെക്നിക്കുകളും. ഒരു മാജിക്കൽ സൊല്യൂഷൻ ആണെന്നുള്ളതാണ്. നോ, ഇറ്റ് ഈസ് നോട്ട് എ മാജിക്കൽ സൊല്യൂഷൻ. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരിക്കലും സ്വിച്ച് ഇട്ട് നമുക്ക്, അല്ലെങ്കിൽ അത്ര ചടപടയെന്ന് നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമല്ല. ഇത് നമ്മളുടെ മൈൻഡ് സെറ്റ് റിയാലിറ്റിയുമായി കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ തന്നെ ആ ഒരു മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്ത് സൈക്കോളജിയിൽ, ഹ്യൂമൻ സൈക്കോളജിയെ ബേസ് ചെയ്തുകൊണ്ട് പോകുന്ന കാര്യങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ എന്താ പറയണേ, നമ്മുടെ മനസ്സിന്റെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവർ നമ്മൾ പറയില്ലേ. അപ്പൊ നമ്മുടെ മനസ്സിൽ തന്നെ ഈ ചിന്തകളെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട്, തരംഗങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് നമ്മൾ നേടിയെടുക്കുന്ന കാര്യങ്ങളാണ് ലോ ഓഫ് അട്രാക്ഷനിൽ വരുന്നത്. നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് സ്വിച്ച് ഇടുന്ന പോലെ പ്രവർത്തിക്കുന്ന ഒരു കാര്യമൊന്നും അല്ല. ഒരു റിസൾട്ട് കിട്ടണമെങ്കിൽ അതിനെ അതിൻ്റെതായ രീതിയിൽ ട്രെയിൻ ചെയ്യിക്കണം.
ആ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരണം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. ഒന്ന്, പോസിറ്റീവ് തോട്ട് എപ്പോഴും നമ്മുടെ മനസ്സിൽ നിലനിർത്താൻ ശ്രമിക്കുക. പക്ഷേ ഈ പോസിറ്റീവ് തോട്ട് നിലനിർത്തുന്നതിനോടൊപ്പം മനുഷ്യനാണ്, ഓരോ ദിവസങ്ങളും സാഹചര്യങ്ങളും മുമ്പിൽ പലതും പല രീതിയിൽ വരും. അപ്പോൾ അതിനൊക്കെ നെഗറ്റീവായിട്ട് പ്രതികരിക്കേണ്ടടുത്ത് ചിലപ്പോൾ നെഗറ്റീവായിട്ട് പ്രതികരിച്ചാൽ പോലും ഈ പറഞ്ഞ കാര്യം നോക്കുക, അതിനെ സപ്രസ് ചെയ്യുകയല്ല, അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ അതിനെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് അടുത്ത പോസിറ്റിവിറ്റിയിലേക്ക് നീങ്ങുക എന്നൊരു കാര്യം ചെയ്താൽ മതി. 2, ക്ഷമ എന്ന് പറയുന്നത് ഇതിനാവശ്യമാണ്. സ്വിച്ച് ഇടുമ്പോഴത്തെ പോലെ റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമല്ല ലോ ഓഫ് അട്രാക്ഷൻ. 1 or 2 ദിവസങ്ങൾ ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറയുന്നതിൽ ഒരു അർത്ഥവും ഇല്ല കേട്ടോ. അപ്പോ അത് പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്ക് കഴിഞ്ഞ വർഷം ആഗ്രഹിക്കുന്ന കാര്യം ചിലപ്പോൾ നമുക്ക് ഈ വർഷം അല്ലെങ്കിൽ അതിന്റെ അടുത്ത വർഷമായിരിക്കും ചിലപ്പോൾ കിട്ടുക. യൂണിവേഴ്സിന് അറിയാം എന്തായാലും അത് നിങ്ങളിൽ എത്തിച്ചേരും. പക്ഷെ എത്തിക്കേണ്ട കറക്റ്റ് ടൈം ഏതാണെന്നും അവർക്ക് തന്നെ അറിയുകയും ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ജീവിതം എന്ന് പറയുന്നത് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാനുള്ള അവസരങ്ങളിൽ നമ്മൾ കൂടുക, ഒത്തൊരുമിക്കുക, സന്തോഷിക്കുക, ഒരു ആഘോഷമാക്കി മാറ്റുക ഉള്ളത് കൊണ്ടെല്ലാം. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലേക്ക് പോകുമ്പോഴത്തേക്ക്, അതായത് പ്രകൃതി പോലും അതിനനുസരിച്ച് മാറിക്കഴിഞ്ഞു അല്ലെ. കർക്കിടകത്തിലെ ആ ഒരു ചീഞ്ഞ മഴയും കാര്യങ്ങളും ഒക്കെ മാറി പ്രകൃതി പോലും അല്ലെ, എന്താണ് ചെടികളൊക്കെ പോയിട്ട് അല്ല ഇപ്പൊ വെയിലും കാര്യങ്ങളും നല്ലൊരു അനുകൂലമായിട്ടുള്ള കാലാവസ്ഥയും അങ്ങനെ തന്നെ നിൽക്കട്ടെ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞു. അപ്പോൾ എല്ലാവരുടെ മനസ്സിലും ഓണമാകുമ്പോഴത്തേക്കും ഒരു സന്തോഷം ഏത് മനുഷ്യരും ഉള്ളത് കൊണ്ട്, ഓണം പോലെ പണ്ട് പറയില്ലേ, കാണം വിറ്റും ഓണം ഉണ്ണണം എന്ന് പറയുന്ന പോലെ ഇപ്പൊ അതിന്റെ ഒന്നും ആവശ്യമില്ല. എന്നാൽ പോലും എല്ലാ ആളുകളും ഉള്ളതിനനുസരിച്ച് അവര് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നമ്മുടെ ഒന്നും മനസ്സിൽ ആരോടും ഉണ്ടല്ലോ നമുക്ക് ഈ ദേഷ്യം, വെറുപ്പ്, അസൂയ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൊണ്ട് നടക്കേണ്ട ആവശ്യകതയില്ല. മനുഷ്യൻ എപ്പോഴും ജീവിച്ചിരിക്കുമ്പോൾ മാത്രമാണ് ഒരാളെ പറ്റി നല്ലത് പറയാത്തതും അവനവന്റെ വില മനസ്സിലാക്കാത്തതും. ജീവിച്ചിരിക്കുന്ന കാലം മുഴുവൻ മറ്റുള്ളവരെ കുറിച്ച് കുറ്റവും പരദൂഷണവും, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക, വേദനിപ്പിക്കുക, സ്വയം പഴിചാരുക, സ്വയം വേദനിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പോകും. മരണപ്പെട്ട് കഴിയുമ്പോൾ നമ്മളെക്കുറിച്ച് മറ്റുള്ളവരും പറയും അല്ലെ, നല്ലൊരു വ്യക്തിയായിരുന്നു. എന്താ കാര്യം? ജീവിച്ചിരിക്കുമ്പോൾ നല്ലൊരു കോംപ്ലിമെന്റ് കൊടുക്കാതെ മരണപ്പെട്ടിട്ട് നമ്മളൊരു കോംപ്ലിമെന്റ് കൊടുക്കുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? ജീവിച്ചിരിക്കുമ്പോൾ ഒരാളെ കാണാൻ പോവാതെ മരിച്ചു കഴിയുമ്പോൾ നമ്മൾ ആ വ്യക്തിയെ കാണാൻ പോകുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? ശരിയല്ലേ? അപ്പൊ എല്ലാം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മളും നമ്മുടെ അവസാന കാലഘട്ടമൊക്കെ ആവുമ്പോൾ ചിലപ്പോൾ നമ്മളും പറയും, എത്രയോ സമയം ഞാനും പാഴാക്കി കളഞ്ഞു, എന്റെ നല്ല പ്രായങ്ങൾ എത്രയോ ഞാനും വേസ്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കുറ്റബോധങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ ഇനി തുടങ്ങി വേണ്ട. എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കൂ, സന്തോഷമായിട്ടിരിക്കൂ, കിട്ടുന്ന അവസരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചും സന്തോഷത്തോടെയും സമാധാനത്തോടെയും കൂടെ കഴിയൂ. അതല്ലേ ശരിക്കും നമ്മുടെ ഓണം എന്ന് പറയുന്നത്. മനസ്സിൽ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും എന്താ പറയുക ഒരു നൈർമല്യം ഉണ്ടാവുകയും അതെല്ലാവരിലേക്ക് സ്പ്രെഡ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്നതല്ലേ ശരിക്കുമുള്ള ഓണം എന്ന് പറയുക. അപ്പൊ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം. നമുക്ക് വീണ്ടും കാണാം. താങ്ക്